ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2015 SSLC എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm, 6 cm and 7 cm. ഡ്രോ ഇറ്റ്സ് ഇൻസർക്കിൾ. മെഷർ ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്ത ആരം അളന്നെഴുതുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇതിന്റെ സൈഡുകൾ ഏതൊക്കെ? 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ ഉള്ളിലായി ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതിന് നമ്മൾ ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം എന്നാണ് പറയുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്നതാണ്. സ്കെയിൽ ഉപയോഗിച്ച് 7 സെന്റിമീറ്റർ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് 5 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനും ഈ പോയിന്റിൽ നിന്ന് 6 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനും വരയ്ക്കാം. അതിനായിട്ട് കോമ്പസിൽ 5 സെന്റിമീറ്റർ അളന്നതിന് ശേഷം കോമ്പസിന്റെ പോയിന്റ് ഇവിടെ വെച്ച് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ കോമ്പസിൽ 6 സെന്റിമീറ്റർ അളന്നതിന് ശേഷം കോമ്പസിന്റെ പോയിന്റ് ഈ പോയിന്റിൽ വെച്ച് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്കുകൾ രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലത്തേക്ക് ഈ പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇത് 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനാണ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലായിട്ട് ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് സർക്കിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം. അതിന്റെ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും കോമ്പസ് എടുത്ത് അതിൽ ഒരു നിശ്ചിത അളവ്, ഏതെങ്കിലും ഒരു അളവ് എടുത്തതിന് ശേഷം ഈ പോയിന്റിൽ വെച്ച് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ പോയിന്റിൽ വെച്ചും ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഈ ആർക്ക് പാസ് ചെയ്ത ഈ 2 പോയിന്റ്സിൽ വെച്ച് വീണ്ടും 2 ആർക്കുകൾ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ 2 പോയിന്റ്സിൽ വെച്ച് വീണ്ടും 2 ആർക്കുകൾ വരയ്ക്കുക. ഇനി ഈ പോയിന്റും ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതിലൂടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതിലൂടെയും വരയ്ക്കണം. ആ 2 സ്ട്രെയിറ്റ് ലൈൻസ് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സർക്കിളിന്റെ സെന്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലെങ്ത് റേഡിയസ് ആക്കിയെടുത്ത് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ സർക്കിൾ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മെഷർ ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. അന്തർവൃത്ത ആരം അളന്നെഴുതുക. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് അളന്നെഴുതുക. അതായത് ഈ ലെങ്ത് അളന്നാൽ മതി. ഇത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് അളന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.6 കിട്ടും. അതായത് നമുക്ക് എന്ത് പറയാം? റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഈസ്, അഥവാ അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് 1.6 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം, in the figure the radius of the smaller circle is 3 centimeters, that of the bigger circle is 6 centimeters, and the distance between the centers of the circles is 15 centimeters. PQ is a tangent to both circles. Find its length. ചിത്രത്തിൽ ചെറിയ വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്ററും വലിയ വൃത്തത്തിന്റെ ആരം 6 സെന്റിമീറ്ററും വൃത്തകേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലം 15 സെന്റിമീറ്ററുമാണ്. 2 വൃത്തങ്ങളുടെയും തൊടുവരയാണ് PQ. ഇതിന്റെ നീളം കണക്കാക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഈ 2 സെന്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ സെന്ററിൽ നിന്നും ഈ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന് നമുക്ക് O എന്ന് സൂചിപ്പിക്കാം. ഈ സെന്ററിനെ നമുക്ക് A എന്നും ഈ സെന്ററിനെ നമുക്ക് B എന്നും സൂചിപ്പിക്കാം. ഇനി സെന്ററിൽ നിന്ന് Pയിലേക്കും ഈ സെന്ററിൽ നിന്ന് ക്യൂവിലേക്കും ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രയാങ്കിൾ APO, രണ്ടാമത്തത് BQO. ഇങ്ങനെ 2 ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ട്രയാങ്കിൾ APO, അതുപോലെ തന്നെ ട്രയാങ്കിൾ BQO. ഇങ്ങനെ 2 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ട്രയാങ്കിളില് AB എന്നതിന്റെ ലെങ്ത് 15 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? AO എന്നത് X എടുക്കാം. അങ്ങനെയാണെങ്കിൽ OB എത്ര വരും?
15-ൽ നിന്നും എക്സ് കുറച്ചത്. കാരണം എ ബി എന്ന മുഴുവൻ ലൈനിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. എയോ നമ്മൾ എക്സ് എടുത്തു, അപ്പോൾ ഒ ബി എന്ത് വരും? 15-ൽ നിന്നും എക്സ് കുറച്ചത്. ഇനി നമ്മൾ ട്രയാങ്കിൾ എ പി ഒ മാത്രമായിട്ട് നോക്കുകയാണ്. ഇവിടെ എ പി എന്നത് ഈ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ്. പി ഒ എന്നത് ഈ സർക്കിളിന്റെ ഒരു ടാൻജന്റ് ആണ്. നമുക്കറിയാം റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ പി എന്നത് 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ബി ക്യു ഒ എന്ന ട്രയാങ്കിൾ നോക്കുകയാണ്. ഇവിടെ ബി ക്യു എന്നത് റേഡിയസ് ആണ് അഥവാ ഈ സർക്കിളിന്റെ ആരമാണ്. ക്യു ഒ എന്നത് എന്താണ്? ഒരു ടാൻജന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി ക്യുവും ഒ ക്യുവും തമ്മിലുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ക്യു ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ഇനി എ ബി എന്നൊരു സ്ട്രെയിറ്റ് ലൈനിനെ പി ക്യു എന്ന ഒരു ടാൻജന്റ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എ ഒ പി ഈ ആംഗിളും അതുപോലെ തന്നെ ക്യു ഒ ബി ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആംഗിൾ എ ഒ പിയും അതുപോലെ തന്നെ ആംഗിൾ ബി ഒ ക്യൂവും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട്. 2 ട്രയാങ്കിൾസ് ഉണ്ട്. ആ 2 ട്രയാങ്കിൾസിന്റെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ 2 ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയും. അതായത് ട്രയാങ്കിൾ എ പി ഒ കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി ക്യു ഒ. ഇവിടെ നമ്മൾ കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ എക്സും അതുപോലെ തന്നെ 15 മൈനസ് എക്സും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ പി ഒയും ട്രയാങ്കിൾ ബി ക്യു ഒയും എന്താണ്? 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം, അപ്പൊ നമുക്ക് അതിന്റെ 2 സൈഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പി ഒയും ഒ ക്യൂവും കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾസ് ഉപയോഗിക്കുന്നത്. ഇനി 2 ട്രയാങ്കിൾസ് ഇതുപോലെ കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അതായത് എ ഒയും അതുപോലെ തന്നെ ബി ഒയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിൽ എങ്ങനെ എഴുതാം? എ ഒ. ഇവിടെ എ ഒ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെയും എങ്ങനെ എഴുതണം? ബി ഒ. ഇവിടെ എ ഒ ആണ്, അപ്പൊ ഇവിടെയും ബി ഒ. രണ്ടും ഹരിക്കണം. ഇനി നമുക്ക് അറിയാവുന്ന സൈഡ് ഏതാണ്? പി എ. ഈ സർക്കിളിന്റെ റേഡിയസ് നമുക്കറിയാം 3 ആണ്. അതുപോലെ ഈ സർക്കിളിന്റെ റേഡിയസ് നമുക്കറിയാം ബി ക്യു എത്രയാണ്? 6 ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന ആ സൈഡ് എഴുതാം. ഏതാണ്? എ പി. ഇവിടെ എന്ത് വരും? ബി ക്യു. അപ്പൊ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ എഴുതാനായിട്ട് സാധിക്കും. ഇംപ്ലൈസ് എ ഒ എന്താ നമുക്ക് അറിയില്ല, എക്സ് ആണ്. എ പി എത്രയാണ്? 3 സെന്റിമീറ്റർ ഈക്വൽ ടു ബി ഒ എത്രയാണ്? നമുക്ക് അറിയില്ല, 15 മൈനസ് എക്സ് ആണ്. ഇനി ബി ക്യു എത്രയാണ്? 6 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? എക്സ് ബൈ 3 ഈക്വൽ ടു 15 മൈനസ് എക്സ് ബൈ 6. എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് എക്സ് ഇൻറ്റു 6 6x ഈക്വൽ ടു 3 ഇൻറ്റു 15 മൈനസ് എക്സ്. 6x അങ്ങനെ എഴുതി. 3 ഇൻറ്റു 15 എത്രയാണ്? 45 മൈനസ് 3x. ഇനി ഈ 3x ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 6x പ്ലസ് 3x ഈക്വൽ ടു 45. 6x പ്ലസ് 3x എത്രയാണ്? 9x ഈക്വൽ ടു 45. ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു 45 ഹരിക്കണം 9. 45 ഹരിക്കണം 9 എത്രയാ? 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി. ഇതുപോലെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കോൺഗ്രുവൻസി എന്ത് ചെയ്തത്? അപ്ലൈ ചെയ്തത്. അപ്പൊ എക്സ് കണ്ടുപിടിച്ചു. അതായത് എയിൽ നിന്ന് ഒയിലേക്കുള്ള ദൂരം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇനി ഒയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? 15-ൽ നിന്നും 5 പോയാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിൾ എ പി ഒ, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ട ത്രികോണമാണ് എ പി ഒ. എ പി ഒന്റെ 2 സൈഡ് കിട്ടി. ഇനി നമുക്ക് പി ഒ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ പി ഒ, ട്രയാങ്കിൾ അല്ല, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇനി അതിന്റെ 2 സൈഡ് നമുക്കറിയാം. ഇതിലെ 90 ഡിഗ്രി എവിടെ വരുന്നത്? പി എന്ന ആംഗിളിലാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിനെ നമുക്ക് എ ഒ സ്ക്വയർ ഈക്വൽ ടു, ഇനി ബാക്കി 2 സൈഡുകൾ എ പി സ്ക്വയർ പ്ലസ് പി ഒ സ്ക്വയർ. ഇനി എ ഒ സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയറോ 3 സ്ക്വയർ പ്ലസ് പി ഒ സ്ക്വയർ. ദർഫോർ പി ഒ സ്ക്വയർ എന്ത് വരും? 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 5 സ്ക്വയർ എത്ര? 25. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. ഇനി പി ഒ ഈക്വൽ ടു, ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ റൂട്ട് ഓഫ് 25 മൈനസ് 9.
എന്ത് വരും? √16 ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് പി മുതൽ ഒ വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടി. എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്ത ട്രയാങ്കിൾ, അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ഉപയോഗിച്ച് നമ്മൾ ബാക്കിയുള്ള സൈഡും കൂടെ കണ്ടുപിടിക്കുന്നു. ട്രയാങ്കിൾ ബി ക്യു ഒ എങ്ങനെയാണ് എഴുതുക? ഈ ട്രയാങ്കിൾ ബി ക്യു ഒയുടെ 90 ഡിഗ്രി എവിടെയാണ്? ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഒ ബി ആണ് ഇതിന്റെ എന്ത്? ഹൈപ്പോട്ടനിസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഒ സ്ക്വയർ ഈക്വൽ ടു ബി ക്യു സ്ക്വയർ പ്ലസ് ക്യു ഒ സ്ക്വയർ. ഇനി ബി ഒ സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ ഈക്വൽ ടു ബി ക്യു സ്ക്വയർ എത്രയാണ്? 6 സ്ക്വയർ പ്ലസ് ക്യു ഒ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ഈക്വൽ ടു 6ന്റെ സ്ക്വയർ 36 പ്ലസ് ക്യു ഒ സ്ക്വയർ. Therefore, QO സ്ക്വയർ ഈക്വൽ ടു 100 മൈനസ് 36. അപ്പൊ നമുക്ക് എന്ത് പറയാം? QO ഈക്വൽ ടു √100 മൈനസ് 36 ഈക്വൽ ടു 64. √64 എത്രയാണ്? 8. അതായത് PO നമുക്ക് 4 സെന്റിമീറ്റർ കിട്ടി, OQ നമുക്ക് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ ആണെന്നും കിട്ടി. അപ്പൊ നമുക്ക് ഫുൾ ടാൻജന്റിന്റെ നീളം എത്രയാണെന്ന് പറയാം? PQ ഈക്വൽ ടു 4 സെന്റിമീറ്റർ പ്ലസ് 8 സെന്റിമീറ്റർ. 4 പ്ലസ് 8 എത്രയാണ്? 12 സെന്റിമീറ്റർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2016 SSLC എക്സാമിന് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്